പഞ്ചായത്ത് വാർഡ് വിഭജനം സംബന്ധിച്ച കേസിൽ സർക്കാരിന് തിരിച്ചടി. പുതിയ പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും രൂപീകരണം തടഞ്ഞ സിംഗിൾ ബെഞ്ച് വിധിക്ക് സ്റ്റേ ഇല്ല. തെരഞ്ഞെടുപ്പ് കൃത്യസമയത്ത് നടത്തണമെന്നും സർക്കാർ എല്ലാവിധ സഹായവും തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകണമെന്നും ഹൈക്കോടതി വിധിച്ചു. സർക്കാരിന്റെ മുഴുവൻ വാദമുഖങ്ങളും തള്ളിക്കൊണ്ടാണ് ഡിവിഷൻ ബെഞ്ച് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. സിംഗിൾ ബെഞ്ച് വിധി സ്റ്റേ ചെയ്യണമെന്ന സർക്കാരിന്റെ ആവശ്യം തള്ളിയ കോടതി വാർഡ് വിഭജന നടപടികൾ തുടരാൻ അനുവദിക്കണമെന്ന ആവശ്യവും നിരസിച്ചു. തെരഞ്ഞെടുപ്പ് സമയബന്ധിതമായി നടത്തണം. 234G പ്രകാരം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭരണഘടനാ ബാധ്യതയാണ്. നവംബർ 1 പുതിയ ഭരണസമിതി നിലവിൽ വരണം. തെരഞ്ഞെടുപ്പ് യഥാസമയം നടത്താൻ സർക്കാർ എല്ലാ സഹായങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചെയ്തു കൊടുക്കണമെന്നും ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷണും ജസ്റ്റിസ് AM ഷഫീഖും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. 28 പുതിയ നഗരസഭകൾ രൂപീകരിച്ചതിനാൽ 2010 വിജ്ഞാപനമനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെന്ന സർക്കാർ വാദവും ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചില്ല. സർക്കാർ അപ്പീലിനെതിരെ ഹാജരായ അഭിഭാഷകൻ അഡ്വക്കേറ്റ് നന്ദകുമാര മേനോൻ ഇലക്ഷൻ ഈ ടൈം ഫ്രെയിമിൽ കണ്ടക്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കും. അങ്ങനെ കണ്ടക്ട് ചെയ്യണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കുകയാണെങ്കിൽ ഗവൺമെൻറ് അതിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം എന്നാണ് കോടതി പറഞ്ഞത്. 5 കൊല്ലത്തിന് പുറത്തായിട്ട് നീട്ടാൻ യാതൊരു നിയമവും ഇല്ല, ആർക്കും അധികാരവും ഇല്ല. തെരഞ്ഞെടുപ്പ് നീട്ടാനുള്ള സർക്കാർ നീക്കത്തിന് കോടതിയുടെ ഇടക്കാല ഉത്തരവ് തിരിച്ചടിയായി. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി സഹകരിക്കുക എന്നത് മാത്രമാണ് ഇനി സർക്കാരിന് മുന്നിലുള്ള പോംവഴി. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. തെരഞ്ഞെടുപ്പ് യഥാസമയം നടത്താൻ ആവശ്യമായ എല്ലാ സഹായവും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചെയ്തു കൊടുക്കാനാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. നിയമകാര്യ ലേഖകൻ PP താജുദ്ദീനും KM ഉമേഷിനുമൊപ്പം സാലി മുഹമ്മദ്, കൊച്ചി. തെരഞ്ഞെടുപ്പ് കൃത്യസമയത്ത് തന്നെ നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കോടതി വിധിയെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് പ്രതികരിക്കാമെന്ന് ശശിധരൻ നായർ പ്രതികരിച്ചു. 2015 പുതിയ ഭരണസമിതി നിലവിൽ വരണമെന്നാണ് തീർച്ചയായിട്ടും ഭരണഘടന അനുശാസിക്കുന്നത്. അതനുസരിച്ചുള്ള നടപടികളുമായിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് പോയി. 2010 പട്ടിക അനുസരിച്ച് നടത്തണമെന്നാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പട്ടിക എന്ന് പറയുന്നത് അതായത് ഈ വോട്ടർ പട്ടികയല്ല, അത് നിലവിലുള്ള വാർഡുകൾ, നിലവിലുള്ള നിയോജകമണ്ഡലങ്ങളുടെ രീതി അനുസരിച്ചാണ് ഇതുവരെയുള്ള നടപടി എടുത്തുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീലിന് പോകില്ലെന്ന് മുഖ്യമന്ത്രി. കമ്മീഷന്റെ നടപടി അത്ഭുതപ്പെടുത്തിയെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. അതേസമയം വാർഡ് വിഭജനത്തിൽ സർക്കാർ നാണം കെട്ടതായി CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ സർക്കാർ നടത്തിയ ഗൂഢനീക്കങ്ങൾക്കുള്ള തിരിച്ചടിയാണ് കോടതി വിധിയെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും പ്രതികരിച്ചു. പുതിയ പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും രൂപീകരണം തടഞ്ഞ സിംഗിൾ ബെഞ്ച് വിധിക്ക് സ്റ്റേ ഇല്ലെന്ന ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ അപ്പീൽ പോകില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. കമ്മീഷന്റെ നടപടി അത്ഭുതപ്പെടുത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നിശ്ചിത സമയത്തു തന്നെ തെരഞ്ഞെടുപ്പ് നടത്താൻ കമ്മീഷൻ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. അങ്ങനെ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് നേരത്തെ പരാതി ഉണ്ടെങ്കിൽ അവർക്ക് നേരത്തെ ഇലക്ഷൻ കമ്മീഷനെ മാറ്റിക്കൂടായിരുന്നു. എല്ലാ പ്രക്രിയയും കഴിഞ്ഞിട്ടാണോ ഈ ആക്ഷേപം ഉന്നയിക്കുന്നത്? ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷൻ നേരത്തെ ജഡ്ജിയായിരുന്ന ആളാണ്. അപ്പോൾ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി പ്രഖ്യാപിച്ചപ്പോൾ ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിലുള്ള ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ മറ്റൊരു ജഡ്ജോ CPMൻ്റെ ഏതെങ്കിലും പഞ്ചായത്ത് പറയുന്ന ആളുകളാണോ? ഇത്തരത്തിലുള്ള വില കുറഞ്ഞ പ്രചാരവേല നടത്തുന്നതെന്ന് UDF നേതാക്കന്മാർ പിൻവാങ്ങണം. ഭരണഘടനാ സ്ഥാപനത്തെ വെല്ലുവിളിച്ചതിനെതിരെയുള്ള ശക്തമായ താക്കീതാണ് കോടതി വിധിയെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. പഞ്ചായത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നീട്ടിക്കൊണ്ടുപോകാനുള്ള മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദത്തിന് വിധേയമായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സമീപനത്തിനെതിരായിട്ടുള്ള ഒരു വെല്ലുവിളിയാണ്. എന്നാൽ കോടതി വിധി മാനിക്കാതെ പോകാൻ കഴിയില്ലെന്ന് ആര്യാടൻ മുഹമ്മദ് പ്രതികരിച്ചു. അല്ലാതെ അവരെ വകുപ്പിൽ അവർ ഇലക്ഷൻ വേഗം നടത്താൻ വേണ്ടിയാണോ അതോ വേറെ വല്ലതും ആണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാനത് പരിശോധിച്ചിട്ടില്ല. ഇനി സർക്കാരിന് മുമ്പിൽ തെരഞ്ഞെടുപ്പ് നടത്താതെ മറ്റു പോംവഴികളില്ലെന്ന് C ദിവാകരൻ പറഞ്ഞു. എല്ലാ വാദഗതികളെയും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് നിരുപാധികം തള്ളിക്കളയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഗവൺമെൻറ് മുമ്പിൽ പുതിയ വഴികളില്ല. ഇലക്ഷൻ കമ്മീഷനെ ഒരു സർക്കാർ ഡിപ്പാർട്ട്മെന്റായി അധപതിപ്പിക്കാനുള്ള ശ്രമം വിജയിച്ചില്ലെന്ന് കാനം രാജേന്ദ്രൻ പ്രതികരിച്ചു. സർക്കാരിൻ്റെ നിയമവിരുദ്ധമായിട്ടുള്ള നടപടികൾ എക്സ്പോസ് ചെയ്യപ്പെടുകയാണ്. നിയമത്തെയും ചട്ടങ്ങളെയും എല്ലാം മറികടന്നുണ്ടാക്കുന്ന ചില നടപടികളാണിത്. എന്നാൽ കോടതി വിധി സർക്കാർ പരിശോധിക്കണമെന്നും UDFൽ ചർച്ച ചെയ്യുമെന്നും മുസ്ലിം ലീഗ് നേതാവ് KPA മജീദ് രൂക്ഷമായ രീതിയിൽ പ്രതികരിച്ചു. വിധിപ്പം വന്നിട്ടുള്ളൂ, ഗവൺമെൻറ് പരിശോധിക്കട്ടെ. നമ്മുടെ മന്ത്രിമാർ തിരുവനന്തപുരത്തുണ്ട്, അവരുമായി ആലോചിച്ചിട്ട് തീരുമാനം പറയും. നിലവിലുള്ള കോടതി വിധി അനുസരിച്ച് മുനിസിപ്പാലിറ്റി അംഗീകരിച്ചു.
ആ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് തരം താഴ്ത്താൻ ഒക്കില്ല. അത് കോടതി വിധിക്കെതിരാണ്. ന്യൂസ് ഡെസ്ക്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി കനത്ത തിരിച്ചടിയായെന്ന് UDF-ൽ പൊതുവികാരം. വാർഡ് വിഭജനത്തിൽ അപ്പീലിന് പോകേണ്ടതില്ല. 25-ന് ചേരുന്ന UDF യോഗത്തിന് മുൻപ് തുടർ നടപടികളിൽ അന്തിമ തീരുമാനം ഉണ്ടാകും. ലീഗ് ഉന്നത അധികാര സമിതി യോഗം നാളെ പാണക്കാട്ട് ചേരും. മുസ്ലിം ലീഗ് ചെലുത്തിയ സമ്മർദ്ദത്തെ തുടർന്നായിരുന്നു സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സർക്കാർ സമീപിച്ചത്. ഇത് തിരിച്ചടിയായെന്നാണ് UDF-ലെ മറ്റ് കക്ഷി നേതാക്കൾ വിലയിരുത്തുന്നത്. ഇനി ഇക്കാര്യത്തിൽ പരമോന്നത കോടതിയെ സമീപിച്ചാലും അംഗീകരിക്കപ്പെടാൻ സാധ്യതയില്ലെന്ന് തദ്ദേശ സെക്രട്ടറിമാർ പഞ്ചായത്ത് വകുപ്പിന്റെ ചുമതലയുള്ള MK മുനീറിനെയും നഗരവികസന മന്ത്രി മഞ്ഞളാംകുഴി അലിയെയും അറിയിച്ചു. പിന്നീട് കുഞ്ഞാലിക്കുട്ടിയുടെ വസതിയിൽ ചേർന്ന ലീഗ് മന്ത്രിമാരുടെ യോഗം നിലപാട് മയപ്പെടുത്തുകയായിരുന്നു. മുനിസിപ്പാലിറ്റീസ് അതേപടി നിർത്തി തെരഞ്ഞെടുപ്പ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാകാവുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? അത് ബ്ലോക്ക് ജില്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ഇല്ലേ അല്ലേ? ഇങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസും ഈ ചോദ്യങ്ങൾക്ക് മുഴുവൻ ഉത്തരം എന്ന് പറയുന്നത് കൂടിയിരുന്ന് ആലോചിച്ച് ഒരു യോജിച്ച തീരുമാനം ഉണ്ടാക്കിയാൽ മാത്രമേ അതിന് ഉത്തരവാവുള്ളൂ. മുനിസിപ്പാലിറ്റി വിഭജനം കോടതി അംഗീകരിച്ച സാഹചര്യത്തിൽ 2 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താനാകുമോ എന്നാണ് സർക്കാരിന്റെ ആലോചന. ഇതിനായി നിയമവിദഗ്ധരുമായി കൂടിയാലോചന നടത്തും. മുനിസിപ്പാലിറ്റികൾ മുഴുവൻ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി പഞ്ചായത്തുകളുടെ കാര്യത്തിൽ കൂടി അന്തിമമായി വരുന്ന ഹിയറിങ്ങുകളിലൂടെ നമുക്ക് വിശദീകരണം കൊടുത്ത് നേടിയെടുക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തിൽ ഈ മാസം 24-ന് മുഖ്യമന്ത്രി തലസ്ഥാനത്ത് തിരിച്ചെത്തിയതിനു ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള ചർച്ചയുൾപ്പെടെയുള്ള തുടർ നടപടികൾ. ലീഗ് നേതാക്കളുടെ അടിയന്തര യോഗം നാളെ പാണക്കാട് ചേരും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ LDF പ്രതിഷേധ ധർണ നടത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിലായിരുന്നു പ്രതിഷേധം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് അഡ്മിനിസ്ട്രേറ്റർ ഭരണം അടിച്ചേൽപ്പിക്കാനുള്ള UDF സർക്കാർ നീക്കത്തിനെതിരെയായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിഷേധം. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിലായിരുന്നു ജനകീയ മാർച്ചും ധർണയും. തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുന്നിലെ പ്രതിഷേധ ധർണ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ടം ആനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഒരു കാരണവശാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് വൈകിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് ആനത്തലവട്ടം ആനന്ദൻ പറഞ്ഞു. ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് നീട്ടിക്കൊണ്ടുപോകലാണ് അവരുടെ ലക്ഷ്യം. എപ്പോഴെല്ലാം UDF അധികാരത്തിൽ നിൽക്കുമോ അപ്പോഴെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് യഥാസമയം നടക്കും. വി ശിവൻകുട്ടി MLA, A റഷീദ്, ഡെപ്യൂട്ടി മേയർ ഹാപ്പികുമാർ തുടങ്ങിയവരും ധർണയിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ നഗരസഭകൾ, നഗരസഭാ സോണൽ ഓഫീസുകൾ, മുനിസിപ്പാലിറ്റികൾ, ജില്ലാ പഞ്ചായത്ത് ഓഫീസുകൾ എന്നിവയ്ക്ക് മുന്നിൽ നടന്ന ധർണ LDF സംസ്ഥാന ജില്ലാ നേതാക്കൾ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് വൈകിപ്പിക്കാനായി സർക്കാർ ഗൂഢനീക്കം നടത്തിയതായി LDF ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചാൽ വലിയ പ്രതിഷേധത്തിനാകും സംസ്ഥാനം സാക്ഷ്യം വഹിക്കുകയെന്നും LDF മുന്നറിയിപ്പ് നൽകുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മദ്യനയം പരാജയപ്പെട്ട പരീക്ഷണമെന്ന് സുപ്രീം കോടതി. നയം ഫലപ്രദമല്ലെങ്കിൽ ബാർ ലൈസൻസുകൾ വീണ്ടും അനുവദിക്കുമെന്ന് സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയെ അറിയിച്ചു. ഏത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മദ്യനിരോധനം കേരളം നടപ്പിലാക്കിയതെന്നും സുപ്രീം കോടതി ചോദിച്ചു. ബാർ കേസിൽ നാളെയും വാദം തുടരും. ബാർ കേസിൽ 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടൽ ഉടമകളുടെ വാദം സുപ്രീം കോടതിയിൽ പൂർത്തിയായി. കേരളത്തിന്റെ വിശദമായ വാദം മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ആരംഭിച്ചപ്പോഴാണ് നിർണായകമായ പരാമർശങ്ങൾ സുപ്രീം കോടതിയിൽ നിന്നുമുണ്ടായത്. സമ്പൂർണ്ണ മദ്യനിരോധനം പലതവണ പരാജയപ്പെട്ടതാണ്. പരാജയപ്പെട്ട പദ്ധതി തന്നെ വീണ്ടും ആവർത്തിക്കുന്നത് എന്തിനാണ്? നയം നടപ്പിലാക്കുന്നതിന് മുമ്പ് മദ്യത്തിന്റെ ദോഷവശങ്ങളെക്കുറിച്ച് സർക്കാർ പഠിച്ചോ എന്ന സംശയം കോടതി ആവർത്തിച്ചു. ഏത് പഠനമാണ് മദ്യനിരോധനത്തിന് കാരണമായത്? മദ്യത്തിന്റെ വീര്യമല്ല, അത് കുടിക്കുന്നതിന്റെ അളവാണ് പ്രശ്നമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. മദ്യം നിരോധിച്ച സർക്കാർ ബിയർ പാർലറുകൾ അനുവദിച്ചതിനെയാണ് കോടതി വിമർശിച്ചത്. ആവശ്യമെങ്കിൽ മദ്യനയം റദ്ദാക്കാം, പക്ഷേ അതിനുശേഷവും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് സർക്കാർ തന്നെയാണ്. തുടർന്ന് മറുപടി പറഞ്ഞ കേരളം നയം പരാജയപ്പെട്ടാൽ റദ്ദാക്കിയ ബാർ ലൈസൻസുകൾ വീണ്ടും അനുവദിക്കുമെന്ന് വ്യക്തമാക്കി. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ 5 സ്റ്റാർ ഹോട്ടലുകളുടെ ലൈസൻസ് വരെ റദ്ദാക്കിയേക്കാം. മദ്യനിരോധനം കൊണ്ടുവന്നതിലൂടെ ടൂറിസത്തിൽ വരുമാന നഷ്ടമുണ്ടായാൽ അത് ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറാണെന്നും കേരളത്തിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ കപിൽ സിബൽ അറിയിച്ചു. നാളെയും കേസിൽ വാദം തുടരും. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഗ്രൂപ്പ് പോരിനെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകൻ ഹനീഫ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിലായി. മുഖ്യപ്രതികളിൽ ഒരാളായ ഫസ്ലുവിനെയാണ് അന്വേഷണ സംഘം മലപ്പുറത്ത് നിന്നും കസ്റ്റഡിയിലെടുത്തത്. അതേസമയം ഹനീഫയുടെ കൊലപാതകത്തിൽ തനിക്ക് പങ്കില്ലെന്ന് വ്യക്തമാക്കി മന്ത്രി CN ബാലകൃഷ്ണൻ രംഗത്ത് വന്നു.
തിരുവനന്തപുരം CET എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൽ ജീപ്പിടിച്ച് പരിക്കേറ്റ വിദ്യാർത്ഥിനിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. മലപ്പുറം വഴിക്കടവ് സ്വദേശിനി തൻസി ബഷീറിനെ കോളേജിലെ ഓണാഘോഷത്തിനിടെയാണ് ജീപ്പിടിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട 12 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. ജീപ്പ് ഓടിച്ച 7ാം സെമസ്റ്റർ വിദ്യാർത്ഥി ബൈജു ഉൾപ്പെടെ 15 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതേസമയം ആലപ്പുഴ ചേർത്തലയിൽ KSRTC ബസ് കാറിന് മുകളിലേക്ക് മറിഞ്ഞ് 3 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. പറവൂർ ഭരതന് കലാകേരളത്തിന്റെ വിട. രാവിലെ 10 മണിവരെ പറവൂർ വാവക്കാടുള്ള വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം 10:30 വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിച്ചു. സാംസ്കാരിക രാഷ്ട്രീയ സിനിമാ രംഗങ്ങളിലെ പ്രമുഖരടക്കം നിരവധി പേർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. വിഘടനവാദി നേതാക്കളെ കരുതൽ തടങ്കിലാക്കിയും വിട്ടയച്ചും കശ്മീർ രാഷ്ട്രീയ കളി. ഞായറാഴ്ച നടക്കുന്ന ഇന്ത്യ-പാക് ഉഭയകക്ഷി ചർച്ചയ്ക്ക് മുന്നോടിയായി വിഘടനവാദി നേതാക്കളെ കരുതൽ തടങ്കലിൽ ആക്കിയ കശ്മീർ സർക്കാർ മണിക്കൂറുകൾക്ക് ശേഷം വിട്ടയച്ചു. കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരമാണ് നേതാക്കളെ കരുതൽ തടങ്കലിൽ ആക്കിയത്. ഇതിൽ പ്രതിഷേധിച്ച് മുഫ്തി മുഹമ്മദ് സയ്യിദ് നേതാക്കളെ വിട്ടയക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. പീപ്പിൾ TV എക്സ്ക്ലൂസീവ്. കാർഷിക വായ്പ എടുത്തവരിൽ നിന്നും സബ്സിഡി തുക തിരികെ പിടിക്കാൻ റിസർവ് ബാങ്കിന്റെ നിർദ്ദേശം. 14,000-ഓളം കർഷകരിൽ നിന്നായി 327 കോടി രൂപ തിരികെ പിടിക്കാനാണ് റിസർവ് ബാങ്കിന്റെ സർക്കുലർ. സ്വർണം ഈടായി നൽകി കാർഷിക വായ്പ എടുത്തവരെയാണ് തീരുമാനം ദോഷകരമായി ബാധിക്കുക.